മക്കയിൽ നിന്ന് മദീനയിലേക്ക് രക്ഷപ്പെട്ടു ഓടുകയാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേരം ഹബീബിൻ്റെ തല കൊണ്ടുവരുന്നവർക്ക്, ഹബീബിനെ ജീവനോടെ കൊണ്ടുവരുന്നവർക്ക് 100 ഒട്ടകങ്ങൾ ഇനാം പ്രഖ്യാപിച്ച ഒരു സമയം. പ്രൈസ് പ്രഖ്യാപിച്ചു 100 ഒട്ടകം. 100 camels for whoever bring Rasulullah alive or dead. 100 ഒട്ടകം കിട്ടും. സുറാഖത്ത് ബിൻ മാലിക് നബി തങ്ങളുടെ പിന്നാലെ കൂടിയില്ലേ റളിയല്ലാഹു അൻഹു. പിന്നീട് മുസ്ലിമായി അദ്ദേഹം. സുറാഖത്ത് ബിൻ മാലിക് പുണ്യനബി തങ്ങളുടെ ബാക്കിൽ വന്ന് ഹബീബായ നബി തങ്ങളെ വാളുകൊണ്ട് വെട്ടാൻ വേണ്ടി ഓങ്ങുന്ന ആദ്യത്തെ തവണ അവരുടെ കുതിര ഭൂമിയിലേക്ക് ആണ്ടുപോകുന്ന പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ട് പേടിച്ചു. പുണ്യനബിയെ വിളിച്ചു, യാ മുഹമ്മദു, മുഹമ്മദ് നബിയെ. വിളിയാളം കേൾക്കാൻ ആ മരുഭൂമിയുടെ നിശബ്ദതയിൽ മദീനയെ ലക്ഷ്യമാക്കി നീങ്ങുന്ന പുണ്യ റസൂലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും അവരുടെ ഗൈഡായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത് എന്ന് പറയുന്ന മുശ്രിക്കായ മനുഷ്യനുമല്ലാതെ ആരുമില്ല. ഇയാൾ നിലവിളിച്ചു, എന്നെ രക്ഷിക്കണേ. തങ്ങൾ പോന്നോളാൻ വേണ്ടി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ ഹൃദയം ഇരുണ്ട ഹൃദയമായിരുന്നുവെങ്കിൽ അങ്ങ് ഭൂമിക്ക് നീ അങ്ങ് താഴട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചേനെ. തങ്ങൾ ചെയ്തിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ പോരെന്ന് പറഞ്ഞു. മേലോട്ട് വന്നു. കുറച്ചേരം ഇങ്ങനെ നിന്നു. മനുഷ്യനല്ലേ, വീണ്ടും ചിന്ത വരും. ഇങ്ങനെയാണ്. അപ്പോൾ ICU എന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് ഇനി ഒരിക്കലും ഒരു വൃത്തക്കേടും ചെയ്യൂല പഠിച്ചോനെന്ന് പറഞ്ഞ് വന്നിട്ട് കൊറോണ കാലത്തൊക്കെ രക്ഷപ്പെട്ട് വന്ന് വീണ്ടും പഴയ കള്ളുകൂടിയും പരിപാടിയൊക്കെ തുടങ്ങി നടക്കുന്ന എത്ര ആൾക്കാരുണ്ട്. ഒരു ഖബറിന്ന് എണീറ്റ് വന്നതായിരിക്കും ചിലപ്പോൾ. മനുഷ്യൻ മറക്കും. അങ്ങനെയാണ്. ഇൻസാൻ നസിയ എന്ന് പറഞ്ഞാൽ മറന്നു. ഈ മറന്നു എന്ന ധാതുവിൽ നിന്നാണ് അത്ര ഇൻസാൻ, മനുഷ്യൻ എന്ന വാക്കിൻ്റെ ഒരു ചെറിയ കണക്ഷൻ അതുമായിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. അല്ലാഹു അലം. 100 ഒട്ടകല്ലേ എൻ്റെ മുമ്പിൽ പോകുന്നത്. വീണ്ടും ഒരു ട്രൈ കൂടെ ചെയ്താലോ എന്ന് അയാൾക്ക് തോന്നുകയാണ്. വീണ്ടും ഹബീബായ നബി തങ്ങൾക്ക് നേരെ വാളുയർത്തിയിട്ട് ഹബീബിനെ കൊല്ലാൻ വേണ്ടി സുറാഖ വാളെടുക്കുന്നു. വീണ്ടും ഇതേപോലെ ഭൂമിയിലേക്ക് ഇയാൾ ആണ്ടുപോവുകയാണ്. നിലവിളിച്ചു, യാ മുഹമ്മദ്, മുഹമ്മദ് നബിയേ. പോരെ എന്ന് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂപ്പർക്ക് വീണ്ടും ആ ഇബ്ലീസ് വന്നു. ഒരു ട്രൈയും കൂടെ ചെയ്ത് നോക്കിയാലോ. അങ്ങനെ കള്ളക്കടത്ത് ചെയ്യുന്ന പോലെ അങ്ങനെ ഒരു പോക്ക് പോയി അത്യാവശ്യം പൈസ കിട്ടി, ഒന്നുകൂടിയും പോവുകയൊക്കെ. പിന്നെ 3ാമത്തേൽ പെടും ചെയ്യും. അപ്പോൾ ഇയാൾ 3ാമത്തെ തവണ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഹബീബായ നബി തങ്ങളെ അല്ലാഹു മനുഷ്യരുടെ കൈകളാൽ ഹബീബായ നബി തങ്ങൾ കൊല്ലപ്പെടേണ്ടവരല്ല. ഫസയക്ഫീകഹുമുല്ലാഹ്. നബിയേ, മനുഷ്യരുടെ സർവ്വ കുതന്ത്രങ്ങളെയും വഴി തിരിച്ചുവിടാൻ അല്ലാഹുവിന് കഴിയും. വല്ലാഹു യഅ്സിമുക മിനന്നാസ്. നബിയെ, അല്ലാഹു മനുഷ്യരിൽ നിന്ന് അങ്ങയെ സംരക്ഷിക്കും. ഹി വാസ് എ മാൻ നോട്ട് ടു ബി കിൽഡ്. നബി തങ്ങൾക്കൊരു മിഷനുണ്ട്. നബി തങ്ങൾക്കൊരു മെസ്സേജ് ലോകത്തിന് കൈമാറാനുണ്ട്. അത് കൈമാറുന്നവരെ നബി തങ്ങളെ കൊല്ലാൻ ആരെക്കൊണ്ടും കഴിയില്ല. 11 വധശ്രമങ്ങൾ അതിജീവിച്ചിട്ടുണ്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. 11 murder attempts. വല്ലാഹു യഅ്സിമുക മിനന്നാസ്. അല്ലാഹുവിൻ്റെ പ്രഖ്യാപനമാണ്. നബിയെ, അല്ലാഹു വിൽ പ്രൊട്ടക്ട് യു ഫ്രം പീപ്പിൾ. അല്ലാഹു അങ്ങയെ ജനങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. നബിയെ, പേടിക്കണ്ട. 3ാമത്തെ തവണയും പുണ്യനബി തങ്ങളെ വെട്ടാൻ വേണ്ടി വാളോങ്ങിയ സുറാഖ ഭൂമിയിലേക്ക് തൻ്റെ കുതിരയുടെ പകുതിയിലേറെ ആണ്ടുപോയപ്പോൾ നിലവിളിച്ചു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മുഹമ്മദ് നബി, എന്നോട് മാപ്പാക്കണേ. എന്തോ അദൃശ്യമായൊരു കഴിവ്, ഒരു സൂപ്പർ നാച്ചുറൽ കഴിവ് അങ്ങയുടെ കൂടെയുണ്ട്. എനിക്ക് മാപ്പ് തരണം. ഞാൻ ഇനി അങ്ങയുടെ അനുയായികളോട് ആരോടും യുദ്ധം ചെയ്യില്ല. ഞാൻ അങ്ങയുമായി ഒരു സന്ധിയിൽ ഒപ്പുവെച്ചിരിക്കുന്നുവെന്ന് അങ്ങയുടെ ഒരു സമ്മതം എനിക്ക് ഒപ്പിട്ട് തരണം. ആ കടലാസ് ഞാൻ അങ്ങയുടെ അനുയായികൾക്ക് കാണിച്ചു കൊടുക്കും. ഞാൻ ഇനി അങ്ങയോടോ അവിടുത്തെ അനുയായികളോടോ ഇനി യുദ്ധം ചെയ്യില്ല. മുസ്ലിമായില്ല, പിന്നീട് മുസ്ലിമാവുന്നത്. നബി തങ്ങൾ സുറാഖയോട്, സുറാഖ, ആ കൈയൊന്ന് നീട്ടിക്കേ എന്ന് പറഞ്ഞു. നിങ്ങളുടെ കൈയൊന്ന് നീട്ടണേ. സുറാഖ കൈ നീട്ടിക്കൊടുത്തു. ആ കൈ പിടിച്ചുകൊണ്ട് ലോകത്തിൻ്റെ ഗുരു പറയുകയാണ്, മരുഭൂമിയുടെ മധ്യത്തിൽ ആരും യാത്ര പോകാത്ത ഒരു വഴിയിലൂടെയാണ് നബി തങ്ങൾ യാത്ര പോയത്, ഹിജ്റ പോയത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിടികൊടുക്കാതിരിക്കാൻ വേണ്ടി. ഇയാളെങ്ങനെ മണത്തറിഞ്ഞതാണ്, ആ വഴിക്ക് എത്തിയതാണ്. സുറാഖയുടെ കൈ പിടിച്ചുകൊണ്ട് എന്താ നബി തങ്ങൾ പറയുന്നത്? യാ സുറാഖ കൈഫ ബിക് ഇദാ ലബിസ്ത സിവാറൈ കിസ്റാ. സുറാഖ,
കിസ്റയുടെ കൈകളിലെ ആഭരണങ്ങളുണ്ടല്ലോ, ആ വളകളും വജ്രങ്ങളും ആഭരണങ്ങളും മോതിരങ്ങളും ഒക്കെ സുറാഖ നിങ്ങളുടെ കൈകളിൽ വെച്ചു തരുമ്പോൾ എങ്ങനെയുണ്ടായിരിക്കും? അപ്പൊ സുറാഖ ചോദിക്കുകയാണ്, കിസ്റ ബിൻ ഹുർമുസ്, ഹുർമുസിന്റെ മകൻ കിസ്റ എന്ന പേർഷ്യൻ രാജാവിനെയാണോ മുഹമ്മദ് നബിയെ അങ്ങ് ഉദ്ദേശിച്ചത്? ഖാല നഅം, അതെ. പേർഷ്യൻ എംപയറിന്റെ അന്നത്തെ എംപയർ അയാളാണ് കിസ്റ ബിൻ ഹുർമുസ്, ഹുർമുസിന്റെ മകൻ കിസ്റ. കിസ്റ മരിക്കുന്നതിൻ്റെ മുമ്പ് അയാളുടെ കൈകളിലെ ആഭരണങ്ങൾ മുസ്ലിമീങ്ങളിലെ സാധാരണക്കാരനായി മാറാൻ പോകുന്ന സുറാഖയുടെ കൈകളിൽ വരുമെന്ന് മരുഭൂമിയുടെ നടുവിൽ മക്കയിൽ നിന്ന് ആരും കാണാതെ ഒളിച്ചോടുമ്പോഴാണ് നബി തങ്ങൾ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഈ ഉമ്മത്തിന്റെ പ്രത്യേകത. സുരക്ഷിതത്വം അന്വേഷിച്ചോടുകയാണ്. അല്ലാഹുമ്മ അദ്ഖിൽനീ ഖൈറൽ മദ്ഖൽ, പടച്ചവനെ നീ എന്നെ ഏറ്റവും നല്ല ഇടത്തേക്ക് അല്ലാഹു എന്നെ കൈപിടിച്ച് കയറ്റിത്തരേണമേ. അല്ലാഹുവേ, ഞാൻ കയറി ചെല്ലുന്ന ഇടം അഹബ്ബുൽ ബിലാദി ഇലൈക്, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നാട്ടിലേക്കാക്കി തരേണമേ എന്ന പ്രാർത്ഥനയിൽ യഥ്രിബിനെ ലക്ഷ്യമാക്കി മദീനയെ ലക്ഷ്യമാക്കി നബി തങ്ങൾ പോകുന്ന ആ ഒരു യാത്രയിൽ ഹബീബിനെ കൊല്ലാൻ വന്ന ശത്രുവിനോട് നബി തങ്ങൾ പറയുന്നത് ഒരു 15 കൊല്ലങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന സംഭവത്തെക്കുറിച്ചാണ്. അത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് സംഭവിക്കുന്നത്.